Hi friends, എല്ലാവർക്കും നെറ്റ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ബജിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക്ക പലയിടത്തും പല പേരിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ അതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ B6 അങ്ങനെ ധാരാളം വൈറ്റമിനുകളുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കതിൽ ധാരാളം നാരടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങ കഴിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഉണ്ടാക്കി നോക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അധികം വിളയാത്ത വഴുതനങ്ങയാണ് നമുക്ക് ബജി ഉണ്ടാക്കാൻ നല്ലത്. വിളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അരിക്ക് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അധികം വണ്ണമില്ലാത്ത നീളം കൂടിയ സൈസിലുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്കതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് അതിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ടിൽ അരിഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ച് നമുക്ക് സോഡാപ്പൊടി കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതിനെ നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിൽ ഈ ബാറ്റർ നമുക്കതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ആ ബാറ്ററിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാൻ വെക്കാം. നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്ററിലിട്ട് മുക്കിയെടുത്ത് നമ്മുടെ വഴുതനങ്ങ നമുക്കതിലേക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കോരിയെടുത്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കി വഴുതനങ്ങ കൂടി നമുക്ക് ഇതേപോലെ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കഴിക്കാത്ത കുട്ടികളൊക്കെ, ബ്രിഞ്ചാൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. കൂടി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.